ശ്യാമപ്രസാദ് മുഖർജി എന്ന അതികായന്റെ 125-ാം ജന്മവാർഷികമാണ് ഈ വർഷം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഏക് ദേശ് മേ ദോ വിധാൻ, ദോ നിഷാൻ, ദോ പ്രധാൻ നയി ചലേംഗെ. ഒരു രാജ്യത്ത് 2 ഭരണ സംവിധാനം, 2 കൊടികൾ, 2 പ്രധാനികൾ, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ജമ്മു കാശ്മീരിന്റെ സമ്പൂർണ്ണ സംയോജനം, ടോട്ടൽ ഇന്റഗ്രേഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഭാരതവുമായി എന്നുള്ള വാദമുയർത്തി പോരാടി അവിടെ തടവിൽ കഴിയവേ ശ്രീനഗറിൽ അന്തരിച്ച ശ്യാമപ്രസാദ് മുഖർജിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഇന്ന് ആർട്ടിക്കിൾ 370 ഒപ്പം 35A ഇത് രണ്ടും എടുത്തു കളഞ്ഞതിന്റെ 7-ാം വാർഷികമാണ്. ഇത് ശ്രദ്ധിക്കാത്ത പ്രേക്ഷകർക്കായി. എന്തായിരുന്നു ആർട്ടിക്കിൾ 370? എന്തായിരുന്നു 35A? വിശദമായി പ്രതിപാദിക്കാം. എന്തിനു വേണ്ടി അത് ചെയ്തു? ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കശ്മീരിനെ ഭാരതവുമായി ഒന്നിപ്പിച്ചത്. കശ്മീർ ഭാരതവുമായി ഒത്തുചേരാതെ സ്വതന്ത്ര രാജ്യമായി അവിടെ തുടരുന്ന സമയത്താണ് പാകിസ്ഥാൻ ആക്രമണം ഉണ്ടാകുന്നതും പാകിസ്ഥാൻ സേനയെ തുരത്തുന്നതിന്റെ ഭാഗമായി രാജ ഹരിസിംഗിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരത സംവിധാനം, ഭാരത സർക്കാർ, ഭാരതത്തിന്റെ അന്നത്തെ ഉരുക്കു മനുഷ്യൻ അടക്കമുള്ളവർ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നു. അന്ന് ചില പ്രത്യേക കണ്ടീഷനുകൾ, ചില പ്രത്യേക ഉപാധികൾ ഒക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ജമ്മു കശ്മീർ ഭാരതത്തിന്റെ ഭാഗമാകുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് ഉപയോഗിച്ചത് പ്രീണനത്തിനായി. അതല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് ജമ്മു കാശ്മീരിൽ സ്ഥലം വാങ്ങാനോ ഭൂമി വാങ്ങാനോ അവകാശമില്ലാത്ത രീതിയിൽ ജമ്മു കശ്മീരിലെ വനിതകൾ പുറത്തെന്ന് പറഞ്ഞാൽ ഭാരതത്തിന് പുറത്തല്ല, ആ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ അവിടെയുള്ള സകല അവകാശങ്ങളും നഷ്ടമാവുന്ന രീതിയിൽ വിവേചനവും പ്രീണനവും കൊടികുത്തി വാഴുന്ന പതിറ്റാണ്ടുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2019 ഈ നിയമം അവതരിപ്പിക്കുന്നതും പാസാക്കുന്നതും.